ഈശാമുല്ല മലരെ ഈണയായി വരുമോ നിയമത്ത് ചൊരിഞ്ഞിത അല്ലാ ജീവിത വീതിയിലെല്ലാം എല്ലാം കൽവകമറിയും സ്നേഹം നിറഞ്ഞുള്ള വാക്കല്ലാതെ വേറെന്ത് പിഴവ് മുത്തേ മനസ്സിൽ കണ്ണു നനഞ്ഞ് കുതിർന്നു ഞാൻ പാടവേ ഈ കൽബ് പിടഞ്ഞു പിടഞ്ഞു ഞാൻ തേടവേ ജന്മം തന്ന നാദാ ജീവൻ തന്ന താജാ ജന്മം തന്ന നാദാ ജീവൻ തന്ന താജാ. കല്യാണിയിലൊക്കെയാണ് അത് ഇത് കമ്പോസ് ചെയ്യുന്ന സമയത്ത് അത് വിരളിലുണ്ടെന്ന് ചിലർ മാത്രമേ എൻ്റെ കൂടെ 1999 ഈ വർക്കിനെ കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്യുന്നത്. 2000 സ്റ്റാർട്ടിങ്ങിലാണ് വർക്ക് റിലീസ് ആവുന്നത്. എനിക്ക് തന്നൊരു ഒരു കഴിവാണ് പഠിച്ചത്. ആ താളങ്ങളിലാണ് ഈ പാട്ടിന്റെ മീറ്റും അളവുകളൊക്കെ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രേറ്റ് മ്യൂസിക് ഡയറക്ടർ നിന്നിൽ ഒരുപാട് കല. അതൊരു അവാർഡായിരുന്നു. അതൊരു അവാർഡല്ല, എനിക്കൊരു വലിയൊരു അവാർഡിനേക്കാൾ വലിയൊരു അംഗീകാരം എന്ന് പറയുന്നില്ല ആദിരാജനായ തമ്പുരാനേ. കൊച്ചിൻ ഷമീർ ഒരുപക്ഷെ മലയാളികൾ 90-92 കാലഘട്ടങ്ങളിൽ ഇശലിൻ്റെ രാഗങ്ങളുടെ പാട്ടുകളുടെ ഒരു വലിയ തെന്നൽ ഒഴുകിയിരുന്ന സമയമുണ്ടായിരുന്നു. എരഞ്ഞോളി മൂസക്കെ സമ്പന്നമാക്കിയ ഇഷാമുല്ല മലരും കണ്ണൂർ ഷരീഫിനെ ജനപ്രിയമാക്കിയ ലോക മലയാളികൾക്കിടയിൽ സ്ഥാനമുറപ്പിച്ചു കൊടുത്ത കണ്ണു നിറഞ്ഞ് നനഞ്ഞു നീ കുതിർന്നു പോ എന്ന പാട്ടുകൾ അതൊക്കെ ഈ കൊച്ചിൻ ഷമീറിൻ്റേതാണ്. എൻകുട്ടി തത്തമ്മയടക്കം മലയാള മാപ്പിളപ്പാട്ടിൻ്റെ ഗാനശാഖ എടുത്താൽ അവഗണിക്കാൻ പറ്റാത്ത ഒരു വലിയ നോവും പ്രണയവും അനുഭൂതിയും സംഗീതത്തിൻ്റെ അലയടികളൊക്കെ സൃഷ്ടിച്ചിട്ടുള്ള കൊച്ചിൻ ഷമീർ. പക്ഷെ ഷമീർ സെലിബ്രിറ്റി അല്ല. നിങ്ങൾ നേരത്തെ കണ്ട, എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ നേരത്തെ കണ്ട ചോമ്പാല ഹാർബറിന് നടുവിൽ പണിയെടുത്തിരുന്ന, തലയിൽ ചുമടേറ്റിയിട്ടുണ്ടായിരുന്ന, തീരദേശത്തെ ആ ഗ്രാമത്തിൽ നിന്ന് ഐസടിച്ചിട്ടുണ്ടായിരുന്ന, പച്ചക്കറി മാർക്കറ്റിൽ ജോലി ചെയ്തിട്ടുണ്ടായിരുന്ന, ഓട്ടോറിക്ഷ ഡ്രൈവറായിരുന്ന കൊച്ചിൻ ഷമീർ. അദ്ദേഹം സംഗീത അക്കാദമികളിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും ഒന്നുമില്ല. പക്ഷെ അദ്ദേഹം ഉണ്ടാക്കിയ രാഗങ്ങളെ മലയാളത്തിലെ നമ്പർ 1. അപ്പം നമുക്കതിലേക്കൊക്കെ വരാം. കൊച്ചി വടകര ജീവിക്കുന്ന കൊച്ചിക്ക് കൊച്ചിൻ ഷമീർ എന്ന പേരെങ്ങനെയാ വന്നേ? എൻ്റെ ഉമ്മയുടെ ബാപ്പ കൊച്ചിക്കാരനാണ്. കൊച്ചിയായിട്ട് ബേസ് ഉണ്ട്. കൊച്ചി അതെ. കൊച്ചിയിൽ ഉമ്മയുടെ ബാപ്പാൻ്റെ കുടുംബങ്ങളും ഉമ്മയുടെ സഹോദരി ബന്ധങ്ങളിലുള്ള ആൾക്കാരുണ്ട് അവിടെ. അപ്പം ആ ബേസിൽ അദ്ദേഹം മരിക്കുന്നതിന് മുമ്പേ എന്നോടൊരു കാര്യങ്ങൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നെ എന്നെങ്കിലും ആൾക്കാർ ഓർക്കണമെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ നാമകരണം വരണമെങ്കിൽ, നീ കലാഫീൽഡിൽ അറിയപ്പെടുമ്പോൾ ഒരു കൊച്ചിൻ ഷമീർ എന്നുള്ള പേര് നിനക്കുണ്ടാവണം. സ്വന്തം ബാപ്പയേക്കാൾ കൂടുതൽ സ്നേഹം തരികയും നമ്മൾ ആഗ്രഹങ്ങളെ സഫലീകരിച്ച് ചെയ്തിരുന്ന ഈ കലയിലേക്ക് മുന്നേറാനുള്ള ഒരു വഴിത്തിരിവ് എൻ്റെ വല്യപ്പയാണ് എനിക്ക് പ്രചോദനം. അങ്ങനെയാണ് കൊച്ചിൻ ഷമീർ എന്നുള്ള പേര് വന്നത്. ഞാൻ വടകര സാധാ പ്രദേശമായ താലങ്ങാടിയിൽ ജനിച്ച് വളർന്നവനാണ്. താലങ്ങാടി എന്ന് പറയുമ്പോൾ ഗ്രാമമാണ്. കുഞ്ഞിമൂസ, സാഹിബ്, അബ്ദുള്ള വടകര, ഭാരതാന്റെ കുടുംബം എന്നതുപോലെ തന്നെ പുതിയ ലിയാഖത്ത്. അത് യഥാർത്ഥ ഒരു തറവാട്, ഒരു നാടാണ്. ബാൻഡ് സെറ്റ്, കോൽക്കളി.
കളരി പരമ്പര. മുത്താപ്പയെ കുറിച്ച് പറഞ്ഞില്ലേ നേതാ? ഉപ്പാപ്പയെ കുറിച്ചാണ്. അദ്ദേഹത്തിന് എന്തെങ്കിലും മ്യൂസിക് പാരമ്പര്യം, സംഗീതം? പണ്ട് പിന്നെ ഈ വട്ടപ്പാട്ട് പാടിക്കൊണ്ടിരുന്ന വട്ടപ്പാട്ടിന്റെ വട്ടപ്പാട്ടിന്റെ ഒരു അതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. വട്ടപ്പാട്ടൊക്കെ ആസ്വദിച്ചിട്ടുണ്ടായിരുന്നു. വട്ടപ്പാട്ട് വല്യപ്പാൻ്റെത് കാണാനുള്ള ഒരു സമയം ഞാൻ ആ സമയത്ത് വല്യപ്പ വട്ടപ്പാട്ടുമായിട്ട് കളിക്കുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ അദ്ദേഹത്തിനെ കുറിച്ച് പിന്നീട് അറിഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. പാട്ടിന്റെ ഒരു നാൾ വഴി ഉണ്ടല്ലോ. ആദ്യത്തെ പാട്ട് എങ്ങനെ മ്യൂസിക് സംഗീത സംവിധായകനാണ്, സിംഗറാണ്, ലിറിക്കർ അല്ല, ലിറിക് റൈറ്റർ അല്ല, എല്ലാ പിന്നെ നിലയിലും ആ തരത്തിൽ പ്രതിഭ തെളിയിച്ചിട്ടുള്ള ആദ്യത്തെ പാട്ട് ഏതാ? ആദ്യം പാടിയ പാട്ട് ഏതാ? ആദ്യം എഴുതി പാടിയ പാട്ടാണ്. സംഗീതവും ഞാൻ തന്നെ, എഴുതിയതും ഞാൻ തന്നെ, പാടിയതും ഞാൻ തന്നെ. അത് ഫസ്റ്റ് എൻ്റെ കാൽവെപ്പ് എന്ന് പറയുന്നത് നമ്മളെ പയ്യന്നൂർ അഷ്റഫ് എന്ന് പറയുന്ന കലാപ്രതിഭ, പയ്യന്നൂർ തായ്നേരി അസീസ് ഖാന്റെ മകളുടെ ഭർത്താവ്. പിന്നെ എന്നതുപോലെ തന്നെ അംസ വളാഞ്ചേരിന്റെ സ്റ്റുഡിയോയിൽ വെച്ചിട്ടായിരുന്നു ചെയ്തത്. മാഹി ലത്തീഫാണ് അതിന് ഓർക്കസ്ട്രേഷൻ ചെയ്തത്. അപ്പോൾ ആ സമയങ്ങളിൽ ഞാൻ ഈ 2 പാട്ട് എഴുതിയിട്ട് എൻ്റെ മനസ്സിൽ തോന്നിയ ആ രാഗം അല്ലെങ്കിൽ ആ ഒരു ട്യൂണിൽ ഞാൻ ആ പാട്ട് 2 എഴുതിയിട്ട് സുഹൃത്തുക്കളുടെ ഇടയിൽ നിന്ന് ഞാൻ പാടുമ്പം ഇത് ഞാൻ സംഗീതം ചെയ്ത് എഴുതിയതാന്ന് പറയുമ്പോൾ അവർ ഉൾക്കൊള്ളാറില്ല. അതിൽ ഏതായിരുന്നു പാട്ടത്? മാണിക്കക്കുയിലേ നീ എന്നെ മോഹിപ്പിച്ചകന്നതെന്തേ, സ്നേഹം നിറഞ്ഞുള്ള വാക്കല്ലാതെ വേറെന്ത് പിഴവ് മുത്തേ, ചൊല്ലിപ്പിരിഞ്ഞതല്ല തത്തമ്മേ വേദന അറിയുന്നില്ലേ. ഇതിന്റെ മ്യൂസിക് ഞാൻ തന്നെയാണ് ചെയ്തത്. ഷമീറാണ് എഴുതിയതും ഞാൻ തന്നെയാണ്. ഇത് പാടിയതും ഞാൻ തന്നെയാണ്. ഇത് ആ കാലത്തൊരു കാസറ്റിന്റെ ഒരു തള്ളിക്കയറ്റം, ഓഡിയോ ഒരു നിലവാരത്തിലുള്ള ഒരു തള്ളിക്കയറ്റം ഒക്കെ ഉണ്ടായിരുന്നു. അതൊരു ഹിറ്റായിരുന്നു ഈ സാധനം. ഈ ബാല്യം ഒക്കെ വിദ്യാഭ്യാസം കാലഘട്ടം അങ്ങനെ ഞാനൊരു 8ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. ഡിഗ്രിയോ അല്ലെങ്കിൽ BA അതൊന്നും ഞാൻ പഠിച്ചിട്ടില്ല. ഒരു സാധാ ക്യാമ്പസ് ഒന്നും കണ്ടിട്ടില്ല. ഒരു കോളേജ് തലങ്ങളോ അല്ലെങ്കിൽ ഒരു ക്യാമ്പസ് തലങ്ങളോ അത്രയും കണ്ട. പക്ഷേ ക്യാമ്പസ് ഒന്നും കാണാതെ തന്നെ മനോഹരമായ പ്രണയഗാനങ്ങളൊക്കെ താങ്കൾ കമ്പോസ് ചെയ്തിട്ടുണ്ട്. എൻകുട്ടി തത്തമ്മ അടക്കമുള്ള അത് എൻകുട്ടി തത്തമ്മയുടെ എനിക്ക് തോന്നുന്നു ആര് മുസക്കാന്ന് തോന്നുന്നു പാടിയത്. അപ്പൊ ഈ ജോലികൾ എല്ലാം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇൻട്രോയിൽ പറഞ്ഞ ആ ജോലിയൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ കുടുംബത്തിന്റെ പ്രാരാബ്ദങ്ങൾ കണ്ട് എൻ്റെ വിദ്യാഭ്യാസം വരെ മറന്നുകൊണ്ടിട്ട് ഞാൻ ജോലിയിലേക്ക് പ്രവേശിച്ചതായിരുന്നു. അപ്പോൾ ആ ജോലി തുടക്കം ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് മീനിൻ്റെ മേഖലയിലാണ്. മീനിൻ്റെ മേഖലയിൽ ഐസ് ആയിട്ട് മീൻ നിറക്കുക, തലയിൽ ചുമടെടുക്കുക. അപ്പോൾ ആ പ്രാരാബ്ദങ്ങളിൽ കൂടി കയറി വന്നൊരു കലാകാരനാണ്. എല്ലാ പണിയെടുത്തിട്ടുണ്ട്. പച്ചക്കറി വിറ്റിട്ടുണ്ട്, ഓട്ടോറിക്ഷ ഓട്ടിയിട്ടുണ്ട്, മീൻ വിറ്റിട്ടുണ്ട്. കൊടകിൽ നാരങ്ങയുടെ തോട്ടത്തിന് പോയിട്ട് കാവല് കിടന്നിട്ടുണ്ട്. കൊച്ചി നഗരങ്ങളിൽ പല ഹോട്ടലുകളിൽ ജോലി ചെയ്തിട്ടുണ്ട്. തട്ടുകട നടത്തിയിട്ടുണ്ട്. ഏറ്റവും അവസാനം കൊറോണയുടെ സമയത്ത്, കൊറോണയ്ക്ക് ശേഷം തട്ടുകടയാണ് നടത്തുന്നത്. താങ്കളുടെ പാട്ടുകളാണ് ഒരുപക്ഷെ ഇപ്പൊ മെയിൻ ഫ്രെയിമിൽ നിൽക്കുന്ന ഗായകരിൽ നമ്മുടെ ചാനലെടുത്ത് നോക്കിയാലും മലയാള മാപ്പിളപ്പാട്ട് ഗാനശാഖയിൽ എടുത്ത് നോക്കിയാലും ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ആളുകളാണ് നമ്മുടെ മാപ്പിളപ്പാട്ടിൻ്റെ രാജകുമാരന്മാരാണ്. എരിഞ്ഞോളി മൂസക്കയും കണ്ണൂർ ഷെരീഫൊക്കെ. അവരൊക്കെ പലപ്പോഴും അവരുടെ എനിക്ക് തോന്നുന്നു കൊച്ചിൻ ഷമീറിൻ്റെ പാട്ടാണ് അവരെ. നമുക്ക് ഇഷാമുല്ലയിലേക്ക് വരാം. തീർച്ചയായിട്ടും. അപ്പോൾ ഇഷാമുല്ല ആണല്ലോ കേരളത്തിൽ പിന്നെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുകയും ഒരു ജനത ഏറ്റെടുക്കുകയും ചെയ്ത പാട്ടാണെന്ന് തോന്നുന്നു. പ്രത്യേകിച്ച് പ്രവാസികൾ ഏറ്റവും കൂടുതൽ ഏറ്റെടുത്ത പാട്ടാണ്. ഇഷാമുല്ലയിലേക്ക് വന്ന ഒരു വരവ് ഉണ്ടല്ലോ, അതൊന്ന് പറയാം. ഇഷാമുല്ല വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഒരു പ്രണയം നഷ്ടപ്പെട്ട വേദനയുമായി എന്നെ സമീപിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, എനിക്ക് എൻ്റെ ആ പ്രണയത്തെ ആസ്പദമാക്കിയിട്ടുള്ളൊരു പാട്ട് കമ്പോസിങ് ചെയ്യണം എന്ന് പറഞ്ഞു. പക്ഷെ ആ സമയത്ത് ഈ പാട്ട് ഇഷാമുല്ല കമ്പോസിങ് ചെയ്ത് പലരുടെ മുന്നിലും ഞാനത് പാടി കേൾപ്പിക്കുമ്പോൾ അതിനെ നിർമ്മിക്കാനോ അല്ലെങ്കിൽ ഒരു നിർമ്മാതാവാനോ ആ സമയത്ത് ആരെയും ഉണ്ടായിരുന്നില്ല. എങ്കിലും ഒടുവിൽ എൻ്റെ വശത്തുനിന്നും നമ്മളെ വടകരക്കാരനായ അങ്ങാടിക്കാരനായ CC സുബൈർക്ക്, അദ്ദേഹം മരിച്ചുപോയി. അവർക്ക് കോതി ബസാറിൽ ഒരു അറഫ കേസറ്റ് കടയുണ്ടായിരുന്നു. ഇങ്ങനെ അവിടെ ഞാൻ നിരന്തരം പോകുമ്പോൾ ഈ പാട്ട് കേട്ടപ്പോൾ സുബൈർക്ക് പറഞ്ഞു, എന്തായാലും ഈ പാട്ട് നമുക്ക് ഇറക്കണം ഷമീറെ,
ഇത് നാളെ വരും തലമുറ പോലും ഏറ്റെടുത്ത് പാടുന്ന വിധത്തിലുള്ളൊരു പാട്ടാണ്. അപ്പോൾ ആ 2 പ്രൊഡ്യൂസർമാർക്കും ഞാൻ തന്നെ ഈ ഈശാമുല്ല മലര് പാടണം. അങ്ങനെ അതിൽ നമ്മളുടെ പ്രിയ ഗായകനായ മർഹൂം എരിഞ്ഞോളി മൂസക്കയ്ക്ക് കമ്പോസിങ് ചെയ്ത് വെച്ച പാട്ടായിരുന്നു യാ ഇലാഹി. ആ കേസറ്റിൽ ടോട്ടൽ എത്ര പാട്ടുണ്ടായിരുന്നു? ടോട്ടൽ 9 പാട്ടുണ്ടായിരുന്നു. അതിൽ പിന്നെ മൂസക്ക പാടാൻ വെച്ച പാട്ടാണ് പിരിശം തുളുമ്പും എന്നുള്ള പാട്ടാണ് മൂസക്കാക്ക് കമ്പോസിങ് ചെയ്തത്. അതെ അതെ. എൻകുട്ടി തത്തമ്മ, യാ ഹിലാഹി, കരയിപ്പിക്കും സ്മാരക, അതൊക്കെയാണ് അതിൽ മൂസക്ക പാടാൻ വെച്ചത്. മൂസക്ക ഒരു 3 പാട്ട് പാടി. അതായത് എൻകുട്ടി തത്തമ്മ മൂസക്കയും സിബില സദനന്ദ് എന്ന് പറയുന്ന പ്രഗത്ഭ ഗായികയും കൂടിയാണ് ആ പാട്ട് പാടുന്നത്. അപ്പോൾ ആ സമയത്ത് ഞാൻ ഇഷാമുല്ല പാടുകയായിരുന്നു. മൂസക്ക പാടി സൗണ്ട് എഞ്ചിനീയർ റൂമിൽ വന്നിരുന്ന് ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ട് കേൾക്കുകയാണ് മൂസക്ക. ഒടുവിൽ ഞാൻ ആ പാട്ട് പാടിക്കഴിഞ്ഞ് പ്രൊഡ്യൂസർമാരും സൗണ്ട് എഞ്ചിനീയർ പോലും ഇതൊന്നും മാറ്റരുതേ എന്ന് പറയുമ്പോൾ മൂസക്ക ആ പാട്ട് മാറ്റണം, എനിക്ക് ആ പാട്ട് കിട്ടിയിരിക്കണം, എനിക്ക് പാടിയിരിക്കണം ഷമീർ, അതല്ലെങ്കിൽ എൻ്റെ എല്ലാ പാട്ടുകളും ഇതിൽ നിന്ന് എടുക്കുക, വേറെ ആരെ കൊണ്ടാന്ന് വെച്ചാൽ ശോഭിതനായി. മൂസക്കാകെ ശരിക്കും പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള പാട്ടുകളൊന്നും പിന്നെ മൂസക്കയുടെ മെമ്മറിയിൽ നിൽക്കുന്നില്ല. ഈ ഒരു പാട്ട് മതി എന്നുള്ളൊരു ധാരണയിലാണ്. പക്ഷേ എൻ്റെ ആ ഒരു ചെറുപ്രായം കൊണ്ടും എൻ്റെ ആ നന്മ നിറഞ്ഞ ബുദ്ധി കൊണ്ടും ഞാൻ ആ സമയത്ത് ചിന്തിച്ചു പോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാപ്പിളപ്പാട്ടിൻ്റെ രാജകുമാരനാണ് മൂസക്ക. അതെ അതെ, ഞാനൊരു തുടക്കക്കാരൻ മാത്രമാണ്. അപ്പോൾ ഈ പാട്ട് പാടിക്കഴിഞ്ഞാൽ എനിക്കൊരു അഡ്രസ്സ് ഉണ്ടാവും, ഇതെൻ്റെ ജീവിത അവസാനം വരെ ആ പാട്ട് നിലനിൽക്കുകയും ചെയ്യും എന്നുള്ളൊരു വിശ്വാസത്തിൽ ഞാൻ മൂസക്കാക്ക് ആ പാട്ട് വിട്ടുകൊടുക്കുകയായിരുന്നു. അങ്ങനെ മൂസക്ക പാടി. പക്ഷേ മൂസക്കേണ്ടത് ഒരു പരിധിക്കുള്ളിൽ വെച്ചാണ് പാടുന്നത്. അതിൻ്റെ ചില ഭാഗങ്ങളൊക്കെ നമുക്ക് ശരിക്ക് ചില സംഗതികളൊക്കെ ഉണ്ട് അതിൽ. അത് കറക്റ്റ് മൂസക്കാനെ കുറിച്ച് പിന്നെ ഞാൻ പറയേണ്ടി വരും. മൂസക്ക ഒരു ഫ്രെയിം വരച്ചു കഴിഞ്ഞാൽ ആ ഫ്രെയിമിൻ്റെ അകത്തുനിന്ന് മൂസക്ക പുറത്തു പോകില്ല. ആ പാട്ട് പാടിക്കഴിഞ്ഞപ്പോഴാണ് മൂസക്ക എന്നോട് പറഞ്ഞത്, ഇത് ഞാൻ മരണപ്പെട്ടാലും നീ മരണപ്പെട്ടാലും ഒരുപാട് തലമുറകൾക്ക് ഉൾക്കൊള്ളാനുള്ളൊരു പാട്ടായിരുന്നു. ഇപ്പോഴും സൂപ്പർ ഹിറ്റാണ് പാട്ട്. അതിന്റെ പല്ലവി ഒന്ന് പാടുന്നു. പല്ലവി അത് നമ്മൾ അബ്ദുള്ള വടകരയാണ് എഴുതിയത്. അബ്ദുള്ള വടകരക്കാരനാണ് അദ്ദേഹം. ഒരു സാധാ കാലിച്ചാക്ക് തുന്നുന്നൊരു സർഗപ്രതിഭയാണ്. സർഗപ്രതിഭ, അർത്ഥവത്തായിട്ടുള്ള വാക്കുകൾ. അപ്പൊ നമുക്ക് ആ പാട്ടിലേക്ക് പല്ലവി ഒന്ന് പാടിയാമോ? ഈണയായി വരുമോ കിനാവിൻ്റെ കുടിലിൽ ഒരിടം നൽകി തരുമോ, നിൻമിഴിയിൽ മയങ്ങുമൻ മനസ്സിൽ പതുക്കെ മധുരമലരമ്പം നെറിഞ്ഞതെന്തേ, മിഴിയിൽ മയങ്ങുമൻ മനസ്സിൽ പതുക്കെ മധുരമലരമ്പം നെറിഞ്ഞതെന്തേ, നിറഞ്ഞ പിരിശത്തിൻ നിശലിൽ പണിതൊരു മകരം നണിയിക്കാൻ വരട്ടെ ഞാൻ, ഓമലേ ഓർത്തു ഞാൻ നീറി നിൽക്കുകയല്ലേ, ഓമലേ ഓർത്തു ഞാൻ നീറി നിൽക്കുകയല്ലേ, ഇശാമുല്ല മലരേ ഈണയായി വരുമോ. മുസക്കാരു വേറെ സ്റ്റൈലാണെന്ന് തോന്നി പാടി. മുസക്കാന്റെ ഒരു വോക്കല്, മുസക്കാന്റെ ഒരു ശബ്ദം അതിനനുസരിച്ച് ആ മുസക്ക അത് പാടിയിട്ടുള്ളത്. അത് പക്ഷെ ഇപ്പോഴും ആളുകൾ, ഇപ്പൊ എനിക്ക് തോന്നുന്നു ഏകദേശം പെരുന്നാളൊക്കെ വരുമ്പോ ചാനലുകൾ ഏറ്റവും കൂടുതൽ ഇഷാമുല്ലയാണ്. പിന്നെ പക്ഷേ ദുബായിൽ വെച്ചൊരു ഇന്റർവ്യൂവിൽ മുസക്ക പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഏറ്റവും ബ്രേക്ക് തന്ന മുസക്ക ആ സമയത്ത് കുറച്ച് ഡെസ്പായി നിൽക്കുന്ന സമയത്താണ് കൊച്ചി സമീപിക്കുന്നത്. ആ മുസക്ക കുറച്ച് ഒരു 99 ഈ വർക്കിനെ കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്യുന്നത്. 2000 സ്റ്റാർട്ടിങ്ങിലാണ് വർക്ക് റിലീസ് ആവുന്നത്. ലക്ഷക്കണക്കിന് ഓഡിയോകൾ വിറ്റുപോയി. അന്ന് പ്രാദേശിക ചാനലും ആൽബങ്ങളും അതെയാണ് ഈ സാധനങ്ങൾ ഇത്തരത്തോളം റേഞ്ചിലേക്ക് കടന്നുപോയത്. ഇന്നത്തെ തലമുറകളായ കുട്ടികൾ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ശേഷം പിന്നെ ഇതില് കൊച്ചി ഒന്നാമത് ക്യാമ്പസിൽ പോയിട്ടില്ല, മ്യൂസിക് അക്കാദമിയിൽ പോയിട്ടില്ല. ഇതിനൊരു മീറ്ററും ഇതിനൊരു ശ്രുതിയും ഒക്കെ ഉണ്ട്, ഇതിന് രാഗങ്ങളൊക്കെ. ഒരു മ്യൂസിക് ഡയറക്ടറെ സംബന്ധിച്ചിടത്തോളം ഒരു സിംഗർ വന്ന് പാടുമ്പോൾ അത് ഇന്ന മീറ്ററിലേക്ക് പോകണം, അത് 2 പിടിക്കൂ, അല്ലെങ്കിൽ അത് കട്ടക്ക് 2 പിടിക്കൂ, തബല താളത് കഹേർവ ഇത് കേമട്ട പിടിച്ചോളൂ എന്നൊക്കെ. അതൊരു മ്യൂസിക് ഡയറക്ടർക്ക് ശ്രുതിയെക്കുറിച്ച്, രാഗങ്ങളെക്കുറിച്ച്, ഹിന്ദുസ്ഥാനി രാഗങ്ങളെക്കുറിച്ച്, കർണാടക സംഗീതത്തെക്കുറിച്ച് ഇതൊന്നും
കൊച്ചിക്ക് അറിയില്ലല്ലോ അല്ലോ. ഞാൻ സംഗീതം പഠിച്ചിട്ടില്ല, ഒന്നും അറിയില്ല. ഞാൻ ഈ സംഗീതപരമായിട്ട് അതിന്റെ യൂണിവേഴ്സിറ്റികളിൽ ഒന്നും അറിയില്ല. എനിക്ക് സംഗീതത്തിന്റെ കുറിച്ച് ഏറ്റവും സെറ്റ് ഞാൻ പഠിച്ചിട്ടില്ല, അതിനെ കുറിച്ച് എനിക്ക് അറിയില്ല. ഒന്നുമില്ല. ഒരു രാഗത്തെ കുറിച്ച് അറിയില്ല. ഒരു രാഗത്തെ കുറിച്ച് എനിക്ക് അറിയില്ല. പക്ഷേ പടച്ചവന്റെ സൃഷ്ടിയായ ഞാനും നിങ്ങളൊക്കെ പടച്ചവന്റെ സൃഷ്ടികളാണ്. അപ്പൊ പടച്ചവന്റെ എന്തോ ഒരു കുതിരത്താണ്. അള്ളാഹു എനിക്ക് ഒരു ഞാനൊരു കാര്യം പറയട്ടെ, എന്നാൽ വലിയ അത്ഭുതത്തോടെ ഞാൻ പറയട്ടെ, ഈ ഇഷാമുല്ല മലര് എന്നുള്ള അതിന്റെ രാഗം അത് ഹിന്ദുസ്ഥാനിയിൽ മെഹദി ഹസനൊക്കെ പിന്നെ ഗുലാം അലിയൊക്കെ അത് ഹിന്ദുസ്ഥാനിയിലെ വളരെ സുപ്രധാനമായ ഒരു ഏരിയ ആണത്. ഇത് കാപ്പി രാഗമാണത്. പാട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് കാപ്പി രാഗമാണ്. അത് അറിയുന്ന പല സംഗീത സംവിധായകന്മാർ എന്നോട് പറഞ്ഞു ഇതൊരു സാധാ ഒരു മ്യൂസിക് ഡയറക്ടർ അതല്ല. അതാണ് ഇപ്പം പ്രേക്ഷകർക്ക് ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. പക്ഷേ രാഗങ്ങള് അത് കാപ്പി രാഗം എന്ന് പറഞ്ഞാൽ കാപ്പി രാഗത്തിലാണ് എനിക്ക് തോന്നുന്നു ഹിന്ദുസ്ഥാനിയിലെ സുപ്രധാനമായ പല സാധനങ്ങളും. തുടക്കക്കാരന്റെ നിലവാരത്തിൽ എനിക്ക് ഈ രാഗത്തെ കുറിച്ചൊന്നും അറിയില്ല. പക്ഷെ പിന്നീട് ഞാൻ എൻ്റെ അറിവുകളുള്ള ആൾക്കാരുമായി ബന്ധപ്പെടുമ്പോഴാണ് പക്ഷെ ഒരു നമ്മളിപ്പോ ഒരു പാട്ട് കമ്പോസ് ചെയ്യുമ്പോ ഒക്കെ ആ മീറ്റർ അതൊന്ന് കറക്റ്റ് എന്നൊക്കെ പറയാം, അതൊക്കെ പിന്നെ അറിയാം. അതെ, പിന്നീടാണ് അതിനെ കുറിച്ച് ഞാൻ പഠിക്കുന്നത്. പക്ഷെ സൂപ്പർ ഹിറ്റുകൾ പിറക്കുന്ന സമയത്ത് ഇത് കാപ്പി രാഗാണ്, യമൻ കല്യാൺ രാഗമാണ്, സിന്ധു ഭൈരവിയാണ്, ഒന്നും അറിയില്ല. ഒരു സാധനം അറിയില്ല. സാധാ കുടുംബത്തിൽ ജനിച്ച ഒരു സാധാ വിദ്യാഭ്യാസ യോഗ്യതയും ഞാൻ നേരത്തെ പറഞ്ഞു. അതെ 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 വിദ്യാഭ്യാസ തലങ്ങളിൽ അങ്ങ് ഉയരങ്ങളിലൊന്നും പഠിച്ചിട്ടൊന്നുമില്ല. 8ാം ക്ലാസ് മാത്രം വിദ്യാഭ്യാസ യോഗ്യത. അതെ അതെ അതെ. ദൈവം അനുഗ്രഹിക്കപ്പെട്ട ഈ ഷെരീഫ് ഖാന്റെ തന്നെ ഷെരീഫ് ഖാൻ വളരെ ഇപ്പോൾ മറ്റൊരു സൂപ്പർ ഹിറ്റാണ് കണ്ണൂർ ഷെരീഫ് സൃഷ്ടിച്ചത്. കണ്ണൂർ ഷെരീഫ് പക്ഷെ പലപ്പോഴും പറയാറുണ്ട് ഈ കണ്ണു നിറഞ്ഞു തന്നെ ഒരു ആത്മീയമായ സ്രോതസ്സുകളിലേക്ക് മനുഷ്യനെത്തിച്ച അത് ശരിക്ക് നേരത്തെ നിശ്ചയിക്കപ്പെട്ടത് ഷെരീഫ് തന്നെ പാടാനായിരുന്നു. അതാരാ എഴുതിയത്? ഒഞ്ചിയൻ നൗഷാദ് എന്ന് പറയുന്ന ഒരു. പക്ഷെ അതിനേക്കാൾ അത്ഭുതം ആ പാട്ടിനേക്കാൾ മുമ്പേ നമ്മൾ ഇഷാമുല്ലക്ക് ശേഷം പിന്നീട് ഒരു തരംഗമാവുന്ന മിസ്രിയത്ത് എന്ന് പറയുന്ന വർക്കാണ്. കാസറ്റ് വർക്കായിരുന്നു. 9 പാട്ടുണ്ടായിരുന്നു അതിൽ ആ 9 പാട്ടുകൾ ഹിറ്റാണ്. അതിലാണോ ഈ പിന്നെ കണ്ണു നിറഞ്ഞ്? അതിനു മുമ്പ് ആസിഫ് പാടിയ പാട്ട് ഏതായിരുന്നു? ആസിഫ് പാടുന്നതും ഷെരീഫ് പാടുന്നതൊക്കെ മിസ്രിയത്തിന് ശേഷമാണ്. ശരിക്കും മിസ്രിയത്തിലുള്ള ഫസ്റ്റ് പാട്ട് കേട്ടപ്പോൾ തന്നെ എൻ്റെ പ്രിയ കൂട്ടുകാരനും ഇന്ന് കലാഫീൽഡിൽ അറിയപ്പെടുന്ന താജുദ്ദീന്റെ വാപ്പയ്ക്ക് താജുദ്ദീൻ ഈ പാട്ട് സാഹിബിനെ കേൾപ്പിച്ചു കൊടുത്തു. അപ്പം അന്നേരം അദ്ദേഹം കൊടുത്ത മറുപടി എന്ന് പറയുന്നത് ഇതൊരു പ്രൊഫഷണൽ മ്യൂസിക് ഡയറക്ടർക്ക് അല്ലാണ്ട് നിന്റെ കൂട്ടുകാരൻ ഷമീറിന് ചെയ്യാൻ അത്ര സെൻസ് അവനിക്കില്ല, ഇല്ല അത് എനിക്കാവൂല എന്നുള്ളൊരു അഭിപ്രായം അല്ലേ? ഒരിക്കലും അല്ല. കാരണം അത്രയും ഒരു കഴിവുള്ള ഒരാൾക്കാണ് ഇത്ര ഒരു പാട്ട് അപ്പൊ താജുദ്ദീൻ അങ്ങനെ മൂപ്പർക്ക് എന്താക്കി കാസറ്റ് എടുത്ത് കൊണ്ടുപോയി കാണിച്ചപ്പോഴാണ് പറഞ്ഞത് ഇവൻ ചില്ലറക്കാരനല്ല, ഇവനെ ഇനി ഇവിടെ നിൽക്കൂല, മ്യൂസിക് ചെയ്യാം. ഓർക്കസ്ട്രേഷൻ ചെയ്തത് നമ്മളെ സലാം വീരോളിയാണ്. കൽബാണ ഫാത്തിമ ചെയ്തത്. അതിലുള്ള ആ പാട്ടാണ് അബ്ദുള്ള വടകര അത് എഴുതിയത്. ആണോ? ഞാൻ കോറസ് പാടുന്നത് പല്ലവി മാത്രം. 5 നേരം എൻ്റെ റബ്ബേ കേഴുന്നു ഞാൻ, എൻ്റെ നെഞ്ചിൻ നോവിൻ കുമ്പിൽ നീട്ടുന്നു ഞാൻ, ഹൈറായ കാരുണ്യത്തെ തേടുന്നോരിയടിയാൻ, നീയല്ലാതാരുണ്ടിവിടെ നേർവഴി കാട്ടിടുവാൻ, നിയമത്ത് ചൊരിഞ്ഞിത അല്ലാ അല്ലാ ജീവിത വീതിയിലെല്ലാം എല്ലാം കൽബകമറിയും നാദാ നാദാ നീക്കിടി ശോകം സുബ്ഹാനല്ലാഹ്. തന്നെ ഈ ഷെരീഫ് ഖാൻ പാടിയ പാട്ടിന് പല്ലവി മാത്രം ഒന്ന് പാടിത്തരും? തീർച്ചയായിട്ടും പാടിത്തരാം. അതിന് ശേഷമാണ് നമ്മൾ മെഹ്റമുല്ല എന്നുള്ളൊരു വർക്ക്. അതല്ല എനിക്കിപ്പോ കിട്ടേണ്ടത്. അത് എഴുതിയത് ഒഞ്ചിയൻ നൗഷാദ്, സംഗീതം ഞാൻ. അതിന്റെ ഓർക്കസ്ട്ര ഇന്ന് വരെ അത് ആരാ ചെയ്തെന്നുള്ള മാപ്പിളപ്പാട്ട് തലങ്ങളിലുള്ള ഒരു വ്യക്തികൾക്ക് പോലും അറിയില്ല. നമ്മൾ പ്രഗത്ഭ കലാകാരിയായ പണ്ട് AR റഹ്മാന്റെ അടക്കം വർക്കി പാടിയിട്ടുള്ള മിൻമിൻ ചേച്ചിയുടെ ഭർത്താവാണ് അതിന്റെ ഓർക്കസ്ട്രേഷൻ നിർവഹിക്കുന്നത്. ഇതൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഓർക്കസ്ട്രയാണ് അദ്ദേഹം ഒരിക്കലും. ഈ കണ്ണു നനഞ്ഞ് കുതിർന്നു ഞാൻ പാടവേ, ഈ കൽബ് പിടഞ്ഞു ഞാൻ തേടവേ, ജന്മം തന്ന നാദാ ജീവൻ തന്ന താജാ, ജന്മം തന്ന നാദാ ജീവൻ തന്ന താജാ,
കരയാൻ വിധിച്ചവനോ ഞാനീ ദുനിയാവിൽ, കനലായി തീർത്തവനോ യാ റഹ്മാനല്ലാ. അല്ലാ അല്ലാ ഇത് ഞാൻ നേരത്തെ പറഞ്ഞു. ഇതിന്റെ രാഗം അറിയോ? ഇപ്പൊ അറിയോ? ഇപ്പോ രാഗത്തിനെ കുറിച്ച് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ മൊയ്തൂക്ക എനിക്കത് പറയാൻ അറിയില്ല. ഞാൻ രാഗത്തിനെ കുറിച്ച് പഠിച്ചിട്ടില്ല. പിന്നെ കൈത്താളങ്ങൾ അതെനിക്ക് തന്നൊരു കഴിവാണ് പഠിച്ചോൻ. ആ താളങ്ങളിലാണ് ഈ പാട്ടിന്റെ മീറ്റും അളവുകളൊക്കെ ഞാൻ അളന്ന് മുറിച്ച്. കൊറോണ കാലത്ത് എല്ലാ കലാകാരന്മാരും കഷ്ടപ്പാടിലായിരുന്നു, ഒരുപാട് പ്രയാസത്തിലായിരുന്നു, ദാരിദ്ര്യത്തിലായിരുന്നു, ഒരുപാട് ബുദ്ധിമുട്ടിലായിരുന്നു. ഇപ്പം ഈ സൂപ്പർ ഹിറ്റായ കുറെ ആളുകൾ എല്ലാവരും സെലിബ്രിറ്റികളാണ്. ആ സെലിബ്രിറ്റികൾക്ക് പാട്ട് കൊടുത്ത്, പാട്ടും സംഗീതവും ഒക്കെ കൊടുത്ത് പാട്ടിന്റെ വയൽവരമ്പിലൂടെ നടത്തിച്ച വലിയ അവരെ ആകാശത്തോളം എത്തിച്ച കൊച്ചു ഷമീറിനെ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? ഇപ്പോ ഓർക്കുന്നത് വിരലിൽ എണ്ണാവുന്നവർ മാത്രമാണ്. അവരുടെ പേര് പറഞ്ഞോളൂ. എല്ലാ കലാകാരന്മാരും ഒത്തുകൂടുമ്പോൾ ചിരിക്കോ കളിക്കോ കൊച്ചിൻ ഷമീർ എന്ന് വിളിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ എല്ലാവരും പറയും ഷമീർ ഭയങ്കരമാണ്, ബുദ്ധിജീവിയാണ്, ഭയങ്കര കലയിൽ കഴിവുള്ളവനാണ്, മറ്റവനാണ്, അങ്ങനെ ഇത്രയും പാട്ടുകൾ സൃഷ്ടിച്ചവനെന്ന്. പക്ഷേ നമുക്കൊരു ബുദ്ധിമുട്ട് വന്നപ്പോൾ, അല്ലെങ്കിൽ ഒരു പ്രയാസം വന്നപ്പോൾ അത് വിരളിൽ എണ്ണുന്ന ചിലർ മാത്രമേ എൻ്റെ കൂടെ എനിക്ക് നിന്ന് എടുത്തു പറയാൻ പറ്റുന്നത്. എൻ്റെ മകളെ വിവാഹത്തിന് കണ്ണൂർ ഷെരീഫ്, ഷാഫി, അഫ്സൽക്ക, അൻവർ സാദത്ത്, രഹന, മൂത്ത മകളുടെ കല്യാണത്തിന് ഇവരൊക്കെ ആത്മാർത്ഥപരമായിട്ട് എന്നെ സഹായിക്കുകയും ആ കല്യാണം വളരെ ഗംഭീരമായിട്ട് നടത്തിത്തരികയും ചെയ്തിരുന്നു. പിന്നെ അതല്ലാത്ത സമയങ്ങളിൽ ഒരു ഇൻ്റർവ്യൂ കാര്യങ്ങളോ ഒരു പത്രപ്രവർത്തകൻ്റെ ഒരു ചോദ്യത്തിന് ഉത്തരങ്ങളിൽ എന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുന്ന ഒരു കലാകാരന്മാരുണ്ടെങ്കിൽ അത് കൊല്ലം ഷാഫിയും കണ്ണൂർ ഷെരീഫും അഫ്സൽ കില്ലാൻ തന്നെയാണ്. എന്നെക്കുറിച്ച് പറയാറ്, എന്നെ ഓർത്ത് അല്ലെങ്കിൽ എൻ്റെ കഴിവുകളെക്കുറിച്ച് ഏതൊരു അവതാരകന്മാരോടും അവതരിപ്പിക്കുന്നത് എൻ്റെ പേര് തന്നെയാണ്. പിന്നെ സജി മില്ലേനി, അതൊരിക്കലും എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. താങ്കളുടെ വർക്കുകൾ ഒരുപാട് മാർക്കറ്റ് ചെയ്തിട്ടുണ്ട് അദ്ദേഹം. അതുമാത്രമല്ല, അദ്ദേഹത്തിന് ഒരുപാട് വർക്കുകൾ ഞാൻ ചെയ്തും കൊടുത്തിട്ടുണ്ട്. ഇന്ന് എൻ്റെ ഗാനശാഖകൾ മിക്കതും സ്റ്റോക്കുള്ളത് സജി മില്ലേനിയത്തിൻ്റെ അടുത്താണ്. കാരണം എവിടെയൊക്കെ എൻ്റെ പാട്ടുകളുണ്ട് അതൊക്കെ എന്നെ കൊണ്ട് എവിടെ നിന്നൊക്കെയാണ് അതൊക്കെ തിരികെ വാങ്ങിച്ചു അവരൊരു സംരംഭമായിട്ട് അത് അവരുടെ അടുത്ത്. കലാലയങ്ങളിലൊക്കെ ഒരു കാലത്ത് എനിക്ക് ഓർമ്മയുണ്ട്, നമ്മളൊക്കെ വീട്ടിൽ നിന്നൊക്കെ നമ്മളെ പെൺകുട്ടികളൊക്കെ കേൾക്കുന്ന പാട്ടായിരുന്നു. മൂസൊക്കെ പാടിയാന്ന് തോന്നുന്നത് എൻകുട്ടി തത്തമ്മ. അത് എൻകുട്ടി തത്തമ്മ 3 സ്റ്റൈലിൽ ചെയ്തിട്ടുണ്ട് മൊയ്തൂക്ക. അത് മൂസൊക്കെയാണോ പാടിയത്? ഫസ്റ്റ് പാടുന്ന മൂസ. ആരാണ് അതിന്റെ ലിറിക് എഴുതിയത്? ലിറിക് ടി വി ഇസ്മായിലാണ്. എവിടെത്താരനാ അദ്ദേഹം? മലപ്പുറത്തുകാരനാണ്. മ്യൂസിക് ചെയ്തത്? മ്യൂസിക് ഒരു ശാഖ ചെയ്യുന്നത് ഞാൻ, അതിന്റെ വേറൊരു ശാഖ ചെയ്യുന്നത് വേറൊരാൾ. എന്റെ ടോപ്പ് വേർഷൻ അത് ആ പാടിയിട്ടുള്ള, അതായത് പാടി ഇറ്റായത് മൂസൊക്കെയാണ്. മൂസൊക്കെ പാടിയതാണ്. അതായത് മറ്റുള്ളവർ പാടിയത് അതിന്റെ കുട്ടിത്തത്തമ്മേ നീ പറയകന്നല്ലോ. ഒറിജിനൽ വേർഷൻ എന്താ? ശരിക്കും ഒറിജിനൽ 3 വേർഷന്റെ പല്ലവി ഒന്ന് പാടി ഞാൻ ചെയ്തത്. അല്ല, എനിക്ക് ആ 3 വേർഷൻ വന്നിട്ടുണ്ട് ഇപ്പോ. അത് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാനത് ചില ഷോകളിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് ആ 3 വേർഷന്റെ പല്ലവി ഒന്ന് പാടിത്തരാം. എന്റെ പല്ലവി ഞാൻ ചെയ്ത സ്റ്റൈൽ ഇങ്ങനെയാണ്. എൻ കുട്ടിത്തത്തമ്മേ നീ പറയകന്നല്ലോ, കൽഭാഗം നൊന്ത് ഞാൻ ദുഃഖിച്ചിരിപ്പല്ലോ, മാണിക്കക്കല്ലേ ഞാൻ നിന്നെ മറന്നില്ല, മരണം വരേക്കും ഞാൻ നിന്നെ പിരിയില്ല. മറ്റേ വർഷം കുട്ടിത്തത്തമ്മേ നീ പറയകന്നല്ലോ, കൽഭാഗം നൊന്ത് ഞാൻ ദുഃഖിച്ചിരിപ്പല്ലോ. വേറൊരു പോർഷൻ ചെയ്തത് എന്റെ മനസ്സിൽ ഓർമ്മയില്ല, പക്ഷെ ഞാൻ ചെയ്തത് ഇതാണ്. പക്ഷെ മൂസക്ക പാടിയത് കൊച്ചി ഷമീർ ആദ്യം പാടിയ സ്റ്റൈലാണ്. അതാണ് ആളുകളുടെ ഇടയിലേക്ക്. അതിൽ തന്നെ ഏറെ ചർച്ചയായിട്ടുള്ള മറ്റൊരു പാട്ടുണ്ട് മൊയ്തൂക്ക. യാ ഇലാഹി നിന്നെ വാഴ്ത്തി രാവിദിൽ തസ്ബീഹുദിർത്ത്. ആ പാട്ടാണ് വല്ലാതൊരു തരംഗമായിട്ടുള്ള റസൂലിന്റെ മദീനെ കുറിച്ചിട്ടും വളരെ വ്യക്തമായി യമൻ കല്യാണി രാഗത്തിലാണ്. ആ ഒരു രാഗത്തിൽ പിന്നീട് ചോദിച്ചു മനസ്സിലാക്കി യമൻ കല്യാണി രാഗമാണ്. അത് ഹിന്ദുസ്ഥാനിയിലെ വളരെ സുപ്രധാനമായ രാഗമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ അതാണ്. കൊച്ചിയുടെ പാട്ടുകൾ പ്രേക്ഷകർ ഒരുപാട് കേട്ടിട്ടുണ്ട്, ആസ്വദിച്ചിട്ടുണ്ട്. കണ്ണൂർ ഷെരീഫ് പാടിയിട്ട്, എരിഞ്ഞോളി മൂസൊക്കെ പാടിയിട്ടുണ്ട്, താജുദ്ദീൻ വടകര, കൊല്ലം ഷാഫി പാടിയിട്ടുണ്ട്, അൻവർ സാത്ത് പാടിയിട്ടുണ്ട്, നജീം അർഷാദ് പാടിയ ഒരു പാട്ട് ഒരുപക്ഷെ മില്യൺ ആളുകൾ കണ്ടിട്ടുണ്ട്. 1 മില്യൺ കണക്ക് കൊറോണ സമയത്ത് ഷൂട്ട് നടക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ ഇതൊക്കെ വന്നിട്ടുള്ളത് സിന്ധു ഭൈരവി രാഗത്തിലും
ഈ കാപ്പി രാഗത്തിലും യമൻ കല്യാണിയിലൊക്കെയാണ്. അത് ഇത് കമ്പോസ് ചെയ്യുന്ന സമയത്ത് അറിയില്ല, അശാസ്ത്രീയമാണ്, എനിക്കറിയില്ല, അറിവില്ലായ്മ എനിക്കറിയില്ല. പക്ഷെ അത് അറിയുന്നത് പറയുന്നതാണ് അതിൻ്റെ ഒരു നന്മ. എനിക്കറിയില്ല, പക്ഷെ അത് വന്നു പെട്ടത് ഇങ്ങനെയാണ്. ദൈവത്തിന്റെ ഒരു നജീം അർഷാദിന്റെ എനിക്ക് തോന്നുന്ന ഏകദേശം 1 മില്യൺ ആളുകൾ കേട്ടിട്ടുള്ള 12 ലക്ഷം ആൾ കേട്ടു ആ പാട്ട്. പിന്നെ ശരിക്ക് മ്യൂസിക് ചെയ്യുന്നത് ലിറിക്കാരാണത്. ബാപ്പു വള്ളിപ്പറമ്പാണ് പാടിയത് നജീം അർഷാദ് നന്നായിട്ട് പാടിയിട്ടുണ്ട്. നജീം അർഷാദിന്റെ വേറൊരു രസം എന്ന് പറയുന്നത്, ഇത്രയും കാലം സിനിമയിൽ സഞ്ചരിച്ച അദ്ദേഹത്തിന് ഒരു സംസ്ഥാന അവാർഡ് കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഈ പാട്ട് റെക്കോർഡിങ്ങിന് പോയ സമയത്ത് ഞാൻ പറഞ്ഞു, എന്തായാലും നജീബ് ഷമീർ ഖാന്റെ ഈ പാട്ടോട് കൂടിയിട്ട് നജീബ് ആ സമയത്ത് ഭയങ്കര ഇഷ്ടമായിട്ട് നിൽക്കുന്ന സമയമാണ്. ഈ പാട്ടിന് ശേഷമാണ് അദ്ദേഹത്തിന് ഒരു സിനിമയിലുള്ള പാട്ട് കൊടുക്കുന്നത്. ഇത് കൊറോണ സമയത്താണ് അദ്ദേഹം ഇത് പാടുന്നത്. മാസ്ക് ഒക്കെ വെച്ച് ആ മാനദണ്ഡം പാലിച്ചാണ് അന്ന് സ്റ്റുഡിയോന്ന് വന്ന് പാടുന്നത്. അതിന്റെ പേരാണ് ഹിജാബിലെ സുന്ദരി. അതിന്റെ നിർമ്മാതാക്കള് പാറക്കടവിലുള്ള സാബിത്ത് ഷാൻ, നൗഫല്, ആരിസ് എന്നൊക്കെ പറയുന്ന കുറച്ച് സുഹൃത്തുക്കളുണ്ട്. അവർ ചേർന്ന് ആ സമയത്ത് ഒരു വർക്ക് ചെയ്തതാണ്. ആൽബം മേഖലയിൽ ശരിക്കും തന്നെ സൂപ്പർ ഹിറ്റാക്കി തന്നൊരു വർക്ക്. ആ പാട്ടാണ്. അയലത്തെ ജാലകവാതിൽ 14 രാവ് പോൽ അഴകോടെ പൂത്തു നിന്നോരെന്റെ കിനാവേ, അഴകോടെ പൂത്തു നിന്നോരെന്റെ കിനാവേ, അറിവിന്റെ മാനം നോക്കി നീ പാറിപ്പോയാലും, അറിവിന്റെ മാനം നോക്കി നീ പാറിപ്പോയാലും, അകലല്ല നീയൊരു നാളും എൻ്റെ നിലാവേ, അകലല്ല നീയൊരു നാളും എൻ്റെ നിലാവേ. സിനിമാ സംഗീത സംവിധായകന്മാർക്കടക്കം ഒരു കാര്യം ആലോചിക്കുകയാണ്. ഇപ്പം നമ്മളെ കേസറ്റിൻ്റെ ഒരു കാലഘട്ടം, ഭയങ്കര സുപ്രധാനമായ ഒരു കാലഘട്ടം കഴിഞ്ഞൊരു ഡിജിറ്റൽ AI കാലഘട്ടം, ചാനലുകളുടെ കാലഘട്ടത്തിലാണ്. ആരൊക്കെ പാടിയിട്ടുണ്ട് കൊച്ചിയുടെ കേസറ്റിൽ? എൻ്റെ പാട്ടുകൾ തുടക്കക്കാരൻ എന്ന നിലവാരത്തിൽ പിന്നെ ഇരിഞ്ഞോളി മൂസക്ക, സിബില സദാനന്ദൻ, കണ്ണൂർ ഷെരീഫ്, സിന്ധു പ്രേംകുമാർ, രഹന. പിന്നെ പാടുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സലീം കോടത്തൂർ, ഷാഫി കൊല്ലം, താജുദ്ദീൻ വടകര, അൻവർ സാദത്ത്, അഫ്സൽക്ക, വിധു പ്രതാപ്, ബിജു നാരായണൻ, ജോത്സന, ഫ്രാങ്കോ, സുജാത ചേച്ചി, ശ്വേത, ഒടുവിൽ ലാസ്റ്റ് നജീം ചേച്ചി പാടിയിട്ടുണ്ടായിരുന്നു. സുജാത ചേച്ചി ആ സമയത്ത് പാടി കഴിഞ്ഞപ്പോഴാണ് പാടി റെക്കോർഡിംഗ് ഒക്കെ കഴിഞ്ഞ് വർക്ക് റിലീസായതിനു ശേഷം അഫ്സൽക്കയുടെ മകളെ കല്യാണത്തിന് ഞാൻ ആ ഒരു ഫംഗ്ഷനിക്ക് പങ്കെടുക്കുമ്പോഴാണ് സുജാത ചേച്ചി എന്നെ വീണ്ടും കാണുന്നത്. എന്നോട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗ്രേറ്റ് മ്യൂസിക് ഡയറക്ടർ, നിന്നിൽ ഒരുപാട് കല. അതൊരു അവാർഡല്ല, എനിക്കൊരു വലിയൊരു അവാർഡിനേക്കാൾ വലിയൊരു അംഗീകാരം എന്ന് പറയുന്നില്ല ഇതൊക്കെ. കാരണം ഡയറക്റ്റ് മൂപ്പർ എന്നോട് പറയാണ് ഗ്രേറ്റ് മ്യൂസിക് ഡയറക്ടർ. ഞാൻ ചോദിക്കുന്നത് ഇത്രയൊക്കെ മഹാത്ഭുതങ്ങൾ എനിക്ക് തന്നെ അത്ഭുതമാണ്. ഞാൻ പക്ഷേ കൊച്ചിയുടെ പാട്ട് ഞാൻ ചില റിയാലിറ്റി ഷോ ഒക്കെ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് എന്നെ അത്ഭുതപ്പെടുത്തിയത് നാട്ടിൽ നിന്നുള്ള അംഗീകാരങ്ങൾ കുറവായിപ്പോയോ? നാട്ടിൽ നിന്ന് അംഗീകാരങ്ങൾ ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല, എന്തിൻ്റെ പേരിൽ പല വേദികൾ ഒരുങ്ങുമ്പോൾ, പല അവാർഡ് ദാന ചടങ്ങുകൾ നടക്കുമ്പോൾ അതിൽ നിന്നെല്ലാം എന്നെ മാറ്റി നിർത്തിയിട്ടുണ്ട്. ഫോക്കസ് വർക്ക് ചെയ്യുന്നുണ്ടോ എന്താണെന്ന് എനിക്ക് അതിൻ്റെ സത്യാവസ്ഥ അറിയില്ല. ഇതൊക്കെ പലർക്കും, അതായത് ആ പഴയ കാലഘട്ടത്തിൽ ചെയ്ത പാട്ടിന്റെ പേരും പറഞ്ഞ് അവാർഡുകളും അംഗീകാരങ്ങളും കൊടുക്കുമ്പോൾ പുരസ്കാരം എന്തോ കിട്ടിയിട്ടുണ്ട്. ചാന്ദഭാഷ പുരസ്കാരം UAE വെച്ചിട്ട് നമ്മളെ സമദ് കടമേരി, അതുപോലെ തന്നെ ഇശൽ വാട്സപ്പ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട്. അതിൽ എലൈറ്റ് മാഷ്, ബാപ്പു വള്ളിപ്പറമ്പ്, OM കരുവാരൊക്കെ ഉണ്ട്. അത്രയും പാനൽ ജഡ്ജ്മെന്റ് ആയിട്ട് അടങ്ങിക്കിടക്കുന്ന ആ ഒരു ഗ്രൂപ്പ്. നല്ല പുരസ്കാരമായിരുന്നു. UAE സ്ഥലത്ത് വെച്ചാണ് ഞാൻ ഈ അംഗീകാരം വാങ്ങുന്നത്. അത് കണ്ണൂർ ഷെരീഫ്, സിന്ധു പ്രേംകുമാർ, ആസിഫ് കാപ്പാട്, ഞാൻ, നിസാർ വയനാടിൽ അടങ്ങുന്ന സംഘങ്ങൾ ആണ് ആ സമയത്ത് ഇറങ്ങി. ഷെരീഫ് ഖാന്റെ പിന്നെ ഞാൻ പറഞ്ഞില്ല സൂപ്പർ ഹിറ്റ് സമ്മാനിച്ച കണ്ണു നിറഞ്ഞ നമ്മൾ പല്ലവി ഒന്ന് പാടിയോ? പാടി. ആസിഫിന്റെ പാട്ട് നമ്മൾ പാടിയില്ല. ആസിഫിന്റെ മാത്രമല്ല, ഷെരീഫിന്റെ ഏറ്റവും കൂടുതൽ മറ്റൊരു തലമുറയിലേക്ക് പിടിച്ചു നിന്ന പാട്ടാണ് നോവും നല്ല. അതെ, ഒന്ന് പല്ലവി എഴുതിയത്. അത് ഞാൻ തന്നെയാണ് സംഗീതം ചെയ്തത്. നോവും നല്ല ഉള്ളം നീറുന്നു, തേങ്ങും നല്ല എൻ്റെ കൽവും കരയുന്നു. നോവും നല്ല ഉള്ളം നീറുന്നു, തേങ്ങും നല്ല
കൽബും കരയുന്നു. കണ്ണീരാൽ നിന്റെ മുന്നിൽ നീട്ടും കൈകൾ, ഈ പാവി തേടും തേട്ടം നീ സ്വീകരിക്കല്ല. എൻ്റെ രാജാതിരാജനായ തമ്പുരാനേ. ഇത് ഒരു ആത്മീയമായ ഒരു ഭയങ്കര അനുഭൂതി ഉണ്ടാക്കുന്ന ഒരു വല്ലാത്തൊരു പാട്ടാണ്. വിഷ്വൽസ് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഇതിന്റെ വിഷ്വൽ വന്നിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ റിയാലിറ്റി ഷോകളിൽ താങ്കളടക്കം, താങ്കൾ എന്നെ ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ ഒരു റിയാലിറ്റി ഷോയിൽ ഒരു അവസരം തന്നത് താങ്കളാണ്. അതെ, ജഡ്ജായിരുന്നു, ജഡ്ജ്മെന്റ് ആയിട്ട്. അത് എനിക്ക് എൻ്റെ ജീവിതത്തിൽ എന്നേക്കും ഓർക്കാനും എന്നേക്കും വലിയൊരു അംഗീകാരമായി ഞാൻ എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കും. അത് താങ്കൾക്ക് കഴിവുള്ളത് കൊണ്ടാണ്. തീർച്ചയായിട്ടും അത് താങ്കളാണല്ലോ അതിന്റെ വഴി ഒരുക്കി തന്നത്. അതെ അതെ അതെ. ഒരു എപ്പിസോഡിൽ വന്നു പോകേണ്ട വ്യക്തിയെ ഒരു 3-4 എപ്പിസോഡിൽ താങ്കൾ ഇരുത്തി തന്നെ അതെനിക്ക് ഒരു വലിയൊരു പ്രചോദനമാണ്. ഇതൊക്കെ അത് എനിക്ക് ഒരിക്കലും കിട്ടാതെ പോയ അംഗീകാരം താങ്കൾ വാങ്ങി തന്നു. കുഞ്ഞു മൂസക്കൊക്കെ ആയിട്ട് വൈകാരികമായിട്ട് ബന്ധമുണ്ടായി, സൗഹൃദപരം. അതായത് ഒരു വാപ്പയുടെ സ്ഥാനത്ത് മൂസക്കാന് ഇഷ്ടമായിരുന്നു, ഭയങ്കര ഇഷ്ടമായിരുന്നു മൂസക്ക്. കൊച്ചിക്ക് ഇഷ്ടമുള്ള ഒരു സിംഗറെ പേര് പറഞ്ഞേ മാപ്പിളപ്പാട്ടില്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് എരിഞ്ഞോളി മൂസക്കയും കണ്ണൂർ ഷെരീഫും. പുതിയ തലമുറയിൽ കൊല്ലം ഷാഫി, താജുദ്ദീൻ, സലീം കോടത്തൂർ, അഫ്സൽക്ക, അവരൊക്കെ എല്ലാവരെയും ഇഷ്ടം തന്നെയാണ്. എല്ലാവരും കൂട്ടുകാരാണ്, എല്ലാവരും കൂട്ടുകാരന്മാരാണ്, എല്ലാവരും വളരെ അടുത്ത് ഇടപഴകുന്ന വ്യക്തികളാണ്. പക്ഷെ ഒരു വീഴ്ചക്കേടിൽ സഹായിക്കുന്ന കുറച്ച് പേര്. പരിപാടികൾ പൊതുവെ ഇപ്പം ഗൾഫിലൊക്കെ പോകാറുണ്ടല്ലോ, പ്രോഗ്രാം ഉണ്ടാവാറുണ്ട്, പരിപാടി ഉണ്ടാകലുണ്ട്. ദുബായ്, മസ്കത്ത്, ഖത്തർ, ബഹ്റൈൻ. എനിക്ക് ആദ്യമായിട്ട് ഒരു വിദേശ ട്രിപ്പ് എനിക്ക് തരുന്നത് ബഹ്റൈനാണ്. അത് താങ്കളുടെ അനുജനടക്കം അടങ്ങുന്ന ഒരു സംഘങ്ങൾ ഉണ്ടായിരുന്നു. താങ്കളുടെ ജ്യേഷ്ഠൻ അഷറഫ് ഖാൻ, ജലാലു, അവരൊക്കെ ബഹ്റൈനിലുള്ള ഒരു സമയമായിരുന്നു. നമ്മളെ സദ്ദാം ഹുസൈനെ തൂക്കിക്കുന്ന കാലഘട്ടത്തിൽ 2007-ഓ 2008-ഓ തോന്നുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ട് KNCC-യുടെ ഒരു അധീനതയിലാണ് എനിക്ക് ആ പ്രോഗ്രാം അവിടെ നടക്കുന്നത്. അന്നാണ് എനിക്ക് ആദ്യ യാത്ര വിദേശത്തേക്ക് കിട്ടുന്നത്. അതിനു മുമ്പേ ഇത്രയും പാട്ടുകൾ സൃഷ്ടിക്കുകയും ഞാൻ ഹിറ്റ് പാട്ടുകൾ പാടിയിട്ടുള്ള സമയത്തൊന്നും ഇതുപോലൊരു വിദേശ ട്രിപ്പുകളോ ഒരു അംഗീകാരങ്ങളോ ഒരു ചാനൽ എന്നെ തേടി സ്ഥിരമായിട്ട് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സഫീർ കുറ്റ്യാടി. ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു കലാകാരനാണ് ഇതൊക്കെ. കാരണം സഫീറിന് സ്ഥിരം പരിപാടികളുണ്ട്, മറക്കാതെ വിളിക്കും. പലരും സൗഹൃദങ്ങൾ ഇപ്പോൾ സൂക്ഷിക്കുന്ന ഒരു ഏട്ടന്റെ സ്ഥാനം തന്നുകൊണ്ടിട്ട് തന്നെ എന്റെ കുടുംബത്തെ എന്നെയും വളരെയധികം. സഫീർ നല്ല സിംഗറാണ്, നല്ലൊരു സിംഗറാണ്, നല്ലൊരു അവതാരകനാണ്. ശരിക്കും സകല കലാവല്ലഭൻ തന്നെ പറയാം. മിമിക്രി ആയിട്ടും ഫ്ലവേഴ്സ് ചാനലിലും സ്റ്റാർ മ്യൂസിക്കിലൊക്കെ വന്നിട്ടുള്ളത്. പക്ഷെ അവന്റെ ഉള്ളു അറിയുന്നവർക്ക് അവനെ കുറിച്ച് നന്മയുള്ള ഒരാളാണ്. ഓഫ് കേരള മ്യൂസിക് ബാൻഡ് എന്നാണ് അതിന്റെ പേര്. നിരന്തരം ഉപജീവനം നടന്നു പോകുന്നത് ആ ഒരു ടീമിന്റെ കൂടെ ഇപ്പൊ കൂടിയപ്പോഴാണ്. പുതിയ വർക്ക് പെൻഡിങ്ങിൽ ഇനിയൊരു 3 ഇറങ്ങാൻ കിടക്കുന്നുണ്ട്. ഇപ്പൊ ഏറ്റവും കൂടുതൽ ഹിറ്റായിക്കൊണ്ടിരിക്കുന്ന ഒരു ഭക്തിഗാനം ജലീൽ കെ ബാബയുടെ രചനയിൽ സഫീർ കുറ്റ്യാടി പാടിയിട്ടുള്ളൊരു ശുക്ർ അമേഷ എന്ന് പറയുന്ന ഒരു വർക്കാണ്. അതിപ്പോ ഏറ്റവും കൂടുതൽ ഫൈനലിൽ നിൽക്കുന്ന ഒരു വർക്ക് അതാണ്. മൂസക്ക തന്നെ പാടിയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ, ഹിറ്റ് സാധനങ്ങളൊക്കെ മൂസക്ക പാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതാ പാടിയിട്ടുണ്ട്. പിന്നെ സുബ്ഹാനേ നിന്നിൽ ഞാൻ സുജൂദിടും നേരവും. കുറച്ചുകൂടെ ഇങ്ങോട്ടേക്ക് വന്നാൽ ആളുകൾ ഇഷ്ടപ്പെട്ട കുറച്ച് സാധനങ്ങൾ പാട്ടാണിത്. ഇശാമുല്ല മണം വീശും ഇളം കാറ്റേ, ഞാനും എൻ്റെ അന്ന് പാടിയ പല്ലവി. ഞാനും നിന്റെ മോഹവും വെറുതെയാകുമോ, നീ നൽകും നിന്റെ സ്നേഹവും അതില്ലാതാകുമോ. അതേ ടൈപ്പില് അതേ വർഷത്തിൽ വേറൊരു പിരിശം തുള്ളുമ്പും പൂവേ നീവനെന്നും സഖിയായി കഥ തുടരാൻ കഴിഞ്ഞില്ലല്ലോ, കനവിൻ കടലാസിൻ്റെ പൂക്കളിത്തോണി തുഴയാൻ ചെറുപ്രായം മടങ്ങില്ലല്ലോ. ഇന്ന് അതായത് 2000 പാടി അത് വീണ്ടും 2010 മാറ്റി പാടി റീമിക്സ് ചെയ്യപ്പെടുകയാണ്. അതായത് ആസ്വാദകർ ആവശ്യപ്രകാരം ഇപ്പോ അത് റീൽസിലും ടിക്ടോക്കിലും പ്രവാസികള് നിരന്തരം അത് വിടാതെ എന്തിനെ പിന്തുടർന്നുകൊണ്ടിരിക്കും. അതെ അതെ, എൻകുട്ടി തത്തമ്മയൊക്കെ വീണ്ടും റീമിക്സ് ചെയ്യപ്പെടുന്നു. പാട്ടുകളൊക്കെ ഭാര്യ കുട്ടികൾ, എത്ര കുട്ടികൾ? ഭാര്യന്റെ പേര് ഷായിദ, അഴിയൂർ ചുങ്കത്തുകാരത്തിയാണ്. മക്കള് 3 മൂത്തവളുടെ പേര് ഷർബിന, കൊയിലാണ്ടിയിലാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ മകള് ഷെബിനി, മൂന്നാമത്തത് മകൻ ഷർജാദ്. 3 പേർക്കും കൂടിയിട്ട് 6 പേരെ കുട്ടികളുണ്ട് എനിക്ക്. മുത്താപ്പിയാണ്
ഉപ്പാപ്പയാണ്. ഉപ്പാപ്പയാണ്. പിന്നെ തൊട്ടടുത്ത വീട്ടിലുള്ള അളിയൻ്റെ 5 മക്കളുണ്ട്. ആ 5 മക്കൾക്കും ഉപ്പാപ്പയാണ് ഞാൻ. കാരണം എൻ്റെ മക്കളെയും ആ മക്കളെയും ഞാൻ തുല്യമായിട്ട് കണ്ടുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഏതായാലും പുതിയ കാലത്തും പുതിയ ഇഷാമുല്ല മലരും, അതെ അതെ കണ്ണു നിറയലും, അതെ, എൻകുട്ടി തത്തമ്മയും, പ്രണയവും, പ്രണയത്തിന്റെ വസന്തവും, കനവുകളൊക്കെ വരട്ടെ. അതൊരിക്കൽ എന്നോട് ഒരു സംഗീത സംവിധായകൻ ചോദിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, താങ്കൾക്ക് ഈ ഭക്തിഗാനമല്ലാതെ പ്രണയഗാനം ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ആ പ്രണയഗാനമാണ് എന്തെന്ന്, ഞാൻ സ്നേഹിച്ച പൂവേ ഏറെയാശിച്ച ജീവേ ഈ മിഴിക്കോണിൽ സ്വർഗമേഴും കാട്ടിത്തന്നൊരു മൈനെ. അതിൽ തന്നെ സലാം വടകര എഴുതിയ മറ്റൊരു പാട്ടാണ്, മുഹബത്തിൻ പൂന്തോപ്പിൽ വന്ന് നീ ചേർന്നതല്ലേ. അത് ഷെരീഫും സിന്ധുവാണ് പാടിയത്. പിന്നെ നമ്മളെ സാനിയ മിർസ നിൽക്കുന്ന ഒരു സമയത്ത് ആ ഒരു സ്പോർട്സിന്റെ അവളുടെ പേരിൽ ഒരു പാട്ട് പാടാൻ പറ്റുമെന്ന് ചോദിച്ചു. അത് എഴുതിയത് ആശിർ വടകരയാണ്. അതാണ് പ്രിയ സഖിയേ സാനിയ സാനിയ എന്റെ സഖിയേ. ആരാ പാടിയത്? അത് കണ്ണൂർ ഭയങ്കര ഹിറ്റ് ആയിരുന്നു. ആ പാട്ട് സൂപ്പർ ഹിറ്റ് ആയിരുന്നു. മാക്സ് കാസറ്റ് ഷോപ്പിൽ ഇങ്ങനെ ആൾക്കാർ ഒരു സമയം അത് വിഷ്വൽ ഇറങ്ങിയിട്ടുണ്ട്. അതിന്റെ മിക്ക പാട്ടിന്റെ എന്റെ ഏറ്റവും വലിയൊരു പരാജയം എന്ന് പറയുന്നത്, എന്റെ ഒരുപാട് പാട്ടുകൾ ആ സമയത്ത് അതൊക്കെ ഇപ്പം മില്ലേനിയത്തിന്റെ കൈകളിലാണ് അത്രയും പാട്ടുകൾ ഉള്ളത്. പിന്നീട് ഒരു അഡ്രസ് ഉണ്ടാക്കി തന്നത് താങ്കളെ പോലെ ഒരു ചെയ്ത പട്ടറുമാൽ എന്ന ആ റിയാലിറ്റി ഷോ കൂടി, മൈലാഞ്ചി എന്ന റിയാലിറ്റി ഷോ കൂടി, മീഡിയ വണ്ണിന്റെ 16 രാവിന്റെ റിയാലിറ്റി ഷോയിൽ കൂടി. ഇവിടെ ഇത്രയും റിയാലിറ്റി ഷോകൾ നടക്കുമ്പോൾ ആ പാട്ടിന് ജീവൻ പകർന്ന ഞാൻ എന്റെ വീട്ടിൽ ഒരു 24 ഫ്രെയിം ഉണ്ടോ മനസ്സിൽ? ഒരു സിനിമ എല്ലാവരുടെയും, എല്ലാ മ്യൂസിക് ഡയറക്ടർമാരുടെയും ആഗ്രഹം ഒരു സിനിമയാണല്ലോ 24 ഫ്രെയിമിലേക്ക് എത്തിപ്പെടുക എന്നുള്ളത്. സ്വപ്നം ഉണ്ടോ? ഇതൊക്കെ ഇല്ലാന്നൊന്നുമില്ല. ഏതെങ്കിലും നടക്കായിരിക്കും. നമ്മളെ ഇത്രയും പാട്ടുകൾ കേൾക്കുന്ന ഏതെങ്കിലും ഒരു ഡയറക്ടറോ അല്ലെങ്കിൽ താങ്കളെ പോലെ ഏതെങ്കിലും ഒരു മൂല്യമുള്ള കലയെ സ്നേഹിക്കുന്ന ഒരു പ്രതിനിധിയോ ചെന്നെത്തിക്കാം എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും കൊച്ചിയുടെ ആഗ്രഹങ്ങൾ നടക്കട്ടെ. പിന്നെ രാഗങ്ങൾ ഉണ്ടാക്കി ശ്രുതി ഹിന്ദുസ്ഥാനിയിലും കർണാടകയിലും വിദഗ്ധർ പരീക്ഷിച്ച ഒരുപാട് സാധനങ്ങൾ അത് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് പ്രിയപ്പെട്ട കൊച്ചിക്ക് അറിയുന്നത് അത് കാപ്പി രാഗമാണ്, സിന്ധു ഭൈരവിയാണ്, യമൻ കല്യാണന്നൊക്കെ അറിയുന്നത്. അത് ഒരു ഗസലിന്റെ ഏരിയയിലുള്ള. താങ്കൾ എനിക്ക് കുപ്പിവള എന്ന് പറയുന്ന ആ ഒരു ഷോ തന്ന സമയത്ത് ഇത്രയും പാട്ടുകളുടെ ഉടമയാണ് ഞാനെന്ന് പറഞ്ഞപ്പോൾ കാനേഷ് പൂനൂർ, നൗഷാദ്, നീ ശരിയായ ട്രാൻസ്ഫോമർ. അതാണ് ഞാൻ പറയുന്നത്. ഇനി പുതിയ കാലത്ത് പുതിയ വെളിച്ചം ഉണ്ടാവട്ടെ, പുതിയ ഒരു സിനിമ വരട്ടെ, പുതിയ പിന്നെ പാട്ടുകൾ ഉണ്ടാവട്ടെ, പുതിയ വർത്തമാനങ്ങൾ ഉണ്ടാവട്ടെ. പിന്നെ ഒരു വലിയ സെലിബ്രിറ്റി ആയി. തീർച്ചയായിട്ടും ഇപ്പം നമ്മൾ കാണുന്ന മേക്കപ്പ് ഇട്ട സെലിബ്രിറ്റികൾക്ക് അപ്പുറത്ത് ഒരുപാട് പിന്നെ സെൽഫ് ഗോളടിക്കുന്ന ആളുകൾക്ക് നടുവിൽ ഒരു ജനപ്രിയനായ, ഇതാണല്ലോ ഏറ്റവും വലിയ സെലിബ്രിറ്റി. ആ ഒരു ഇത്തരം പാട്ടുകൾ സൃഷ്ടിച്ച ഒരാളെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ ചാനലിൻ്റെ ഒരു ലക്ഷ്യം. ഏറ്റവും ഫേമസ് ആയിട്ടുള്ള, എന്നാൽ ഇങ്ങനെ പതഞ്ഞ് വീട്ടിലിരിക്കുന്ന വേദനകൾ അനുഭവിക്കുന്ന ഒരുപാട് താങ്കളെപ്പോലുള്ള കലാകാരന്മാരെ അവർക്ക് മെയിൻ ഫ്രെയിമിലേക്ക് കൊണ്ടുവരിക. അതായത് എനിക്കൊക്കെ ഇഷ്ടമുള്ള പാട്ടാണ് ഇഷാമുല്ല. ഞാനൊക്കെ എൻ്റെ എല്ലാ റിയാലിറ്റി ഷോകളിലും കൊടുത്തിട്ടുള്ള പാട്ടാണ് കുട്ടി തത്തമ്മ. അപ്പൊ അങ്ങനെ ആവട്ടെ, ഒരു നല്ല പ്രഭാതം ഉണ്ടാവട്ടെ. സംഗീതത്തിന്റെ ഒരു വലിയ ധാരയിൽ മലയാളി ഏറ്റുപിടിക്കുന്ന ഒരു വലിയ മനുഷ്യനായിട്ട്. പക്ഷേ മൂസക്കാന്റെ ഒക്കെ പ്രാർത്ഥന ഉണ്ടാവും. എനിക്ക് തോന്നുന്നു മൂസക്കാക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കലാകാരനാണ് കൊച്ചി. അദ്ദേഹത്തിന്റെ മരണത്തിന്റെ ആ ഒരു തലേന്ന് പോലും ഞാൻ അവിടെ എത്തിപ്പെട്ടപ്പോൾ, കൊല്ലം ഷാഫി ഞാനാണ് മരിക്കുന്നതിന്റെ തലേന്ന് അവിടെ എത്തിപ്പെട്ടപ്പോൾ ഞങ്ങൾ 5 പേർ അതിൻ്റെ അകത്ത് കയറിയിരുന്നപ്പം എന്നോടാണ് അദ്ദേഹം ആ മൗത്ത് അവസാന സമയത്ത് ഇവിടെ വാടാന്ന് വിളിച്ചെന്നെ. ആ എടാന്ന് വിളിക്കാനുള്ള അവകാശം അദ്ദേഹത്തിനുണ്ട്. ഞാൻ എൻ്റെ ഒരു മൂത്ത ജ്യേഷ്ഠൻ്റെ സ്ഥാനത്ത്, അല്ലെങ്കിൽ ഒരു രക്ഷിതാവിൻ്റെ സ്ഥാനത്ത്, അതിനപ്പുറം നല്ലൊരു പ്രഗത്ഭ കലാകാരൻ. ആ ഒരു ബഹുമാനവും ഇഷ്ടവും എൻ്റെ മനസ്സിൽ ഇന്നും ഉണ്ട്. അദ്ദേഹത്തിന് എന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു. എൻ്റെ വീട്ടിൻ്റെ ഉമ്മറത്ത് എൻ്റെ മകളെ കല്യാണത്തിന് വന്ന സമയത്താണ് പറഞ്ഞത്, നിങ്ങളെല്ലാവരും കൊച്ചിൻ ഷമീർ എന്ന് വിളിക്കുന്ന കൊച്ചിൻ ഷമീറിനെ ഞാൻ കൊച്ചു ഷമീർ എന്നാ വിളിക്കുള്ളൂ. അവനെക്കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടില്ല. കാരണം മുതുക് മുതൽ മൂർത്തി വരെ സംഗീതം സ്റ്റോക്ക് ചെയ്ത് നടക്കുന്ന ഒരാളാണ്. അവനെക്കുറിച്ച് പഠിക്കണമെങ്കിൽ അവനായിട്ട് അടുത്തറിയണം. അപ്പോൾ അത്രയും ഒരു ഇഷ്ടമായിരുന്നു മൂസക്കാക്ക്. അപ്പോൾ ആ അന്തിമ നിമിഷത്തിൽ എടാ എന്ന് വിളിച്ചുകൊണ്ട് ആജ്ഞാപിച്ചിട്ട്
കൈകാലുകൾ തടയാൻ ആവശ്യപ്പെട്ടത് എന്നോടാണ്. ഏതായാലും വട്ടപ്പാട്ടിൽ നിന്ന് ഉപ്പാപ്പയിൽ നിന്ന് തുടങ്ങിയത് പിന്നെ സംഗീതത്തിൽ വലിയ ധാരകൾ ഉണ്ടാക്കിയ ഈ വലിയ വലിയ രാഗങ്ങൾ പടച്ച കാപ്പി രാഗത്തിലൊക്കെ വലിയ സംഭവമൊക്കെ ചെയ്തിട്ടുള്ള കൊച്ചി ഒരു വലിയ പ്രഭാതത്തിന് ഞാൻ നേരത്തെ ആവർത്തിക്കുകയാണത് പ്രഭാതം തന്നെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൊച്ചി പേരക്കുട്ടികളും കുടുംബവും സുഹൃത്തും മക്കളും ഭാര്യയും മകന്റെ ഭാര്യയും എന്റെ കൽവാണ് ഫാത്തിമയോ എന്റെ കൽവാണ് ഫാത്തിമ വീട്ടിലുണ്ട്. എന്റെ മുല്ലപ്പൂ നൗഷാദും ഇത് മകന്റെ ഭാര്യ, ഇത് മകന്, പേരക്കുട്ടികള് ഒക്കെ ഉണ്ടല്ലോ. അപ്പം നമുക്ക് ഒരിക്കൽ വേണ്ടിട്ട് പാട്ട് പാടിയിട്ട് അങ്ങ് നിർത്താം. നമുക്ക് നിന്റെ മോഹൻ തന്നെ പാടാം. പാടിക്കോ, കൈയടിക്കണം. നിന്റെ മോഹവും വെറുതെയാകുമോ, നീ നൽകും നിന്റെ സ്നേഹവും അതില്ലാതാകുമോ, വർണ്ണിക്കുന്ന വാക്കാൽ അഞ്ചഴക് തികഞ്ഞ മറ്റൊരുവനൊത്തിണങ്ങി വന്നാൽ നിന്റെ മനം മാറി എൻ്റെ മനം തളർത്താൽ ഒത്തിടാതെ പോയിടുമോ, ഇതെല്ലാം മുത്തുമണിക്കായിടുമോ. ഒരു പാട്ടും കൂടി പാടിക്കോ, എനിക്കിഷ്ടമുള്ള ഒരു പാട്ട് പാടിക്കോ. ഹൃദയം തൊട്ടു ഞാൻ പാടിയ പാട്ടിലും പ്രിയ സഖി നിന്നാമം പതിഞ്ഞിരുന്നു, അറിയാതൊരു നാളിൽ ആത്മാവ് തൊട്ട് ഹൃദയം നുകർന്നെങ്ങോ മറഞ്ഞതെന്തേ, ഹൃദയം നുകർന്നെങ്ങോ മറഞ്ഞതെന്തേ. എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ഞാനൊരു പാട്ട് കമ്പോസിങ് ചെയ്തിനും ഇതൊക്കെ അത് പഠിക്കോ. കൽബ് കണ്ടറിയാൻ കഴിവില്ല മുല്ലേ എൻ്റെ പുന്നാരേ, കരട് കീറി മുറിക്കും വാക്കുകളെന്തിന് എന്നേരേ, ദുരിത കടലിൽ വീണ് ഞാൻ പിടയുമ്പോൾ. അതെന്റെ ഭാര്യ ഓർത്ത് ചെയ്തൊരു പാട്ടാണ്. ആരൊക്കെ വേണ്ടി സമർപ്പിച്ചൊരു പാട്ട്, ആരൊക്കെ വേണ്ടി സമർപ്പിച്ചതാണ്. ഏതായാലും നന്മകൾ ഉണ്ടാവട്ടെ, പ്രാർത്ഥനകൾ. മലയാളിക്ക് ഒരുപാട്. ഇനി എന്റെ മക്കൾ ഇതിൽ രണ്ടെണ്ണം ഇല്ലേ, പേരക്കുട്ടികളും കുറവാണ്. 2 പെൺകുട്ടികളുണ്ട്. ഒന്ന് ഷർബിന, അത് നമ്മളുടെ കൊല്ലം ഷാഫിയുടെ ഫാമിലിയിലാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. അതിന് 3 പേരക്കുട്ടികളുണ്ട്. രണ്ടാമത്തെ മകളാണ് ഷെവിന്, രണ്ടാമത്തത് മകന്, മൂന്നാമത്തത് മകള്. എല്ലാത്തിനും പിന്നെ താങ്ക് യു വെരി മച്ച്. മലയാളത്തിന്റെ സർഗവസന്തമാവട്ടെ. തീർച്ചയായിട്ടും. എന്തായാലും താങ്കൾ തന്ന ഈ ഒരു അവസരം, ഈ ഒരു ഇന്റർവ്യൂ ജനകീയമായി മാറട്ടെ, എനിക്ക് അടഞ്ഞുപോയ പല വാതിലുകളും തുറക്കപ്പെടട്ടെ എന്ന് ഞാൻ താങ്കളെ വെരി മച്ച്. Chapter 4, a chapter with endless stories.